Hello guys, welcome to my YouTube channel Dreamlight DA Vlogs. Guys, ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറച്ച് നെറ്റ് അടിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്നാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ താറാവാണെങ്കിൽ ഒന്നും നടാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ നടാനായിട്ടാണെങ്കിലും ഇവിടെ ഒന്ന് വേലി കെട്ടിയതാക്കിയാൽ നമുക്കിവിടെ പച്ചക്കറിയൊക്കെ നടാമല്ലോ. അപ്പം അതിനുവേണ്ടി ഇവിടെ നെറ്റൊക്കെ അടിച്ച് സെറ്റാക്കാൻ പോവാണ്. അപ്പം ഇതുണ്ടോ, നമ്മുടെ താറാവ് വാഴയൊക്കെ തിന്ന് നിർത്താട്ടോ. ഇതുണ്ടോ, വാഴയുടെ ഒരു ഇല പോലും ഇല്ലാതെ ഇതുപോലെയൊക്കെ ആക്കി തന്നു. അത് നിങ്ങളുടെ പരിപാടിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ വാഴയാണെങ്കിൽ അതുങ്ങൾ ഈ താറാവെല്ലാം തിന്ന് തീർത്ത് മൊത്തം തിന്ന് തീർത്തപ്പോഴത്തേനും പിന്നെ പപ്പയാണെങ്കിൽ ചാക്ക് കൊണ്ടൊക്കെ കെട്ടി വെച്ചേക്കുവാണ് ഇപ്പോൾ തൽക്കാലം. പിന്നെ ഇപ്പം ഈ തൂണൊക്കെ കെട്ടിയിട്ടോ. തൂണ് നമ്മൾ രാവിലെ എല്ലാം കെട്ടി, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തൂണ് അത്യാവശ്യം എല്ലാ ഭാഗത്തും ആയി. ഇനിയിപ്പോൾ നമുക്ക് നെറ്റൊക്കെ വെക്കുക എന്നതാണ് പരിപാടി. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഒരു വീട്ടിലുള്ള ഒരു അതിഥിയെ നമുക്ക് കാണിച്ചു തരാം. അവളാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ നമ്മുടെ പട്ടി. ഞങ്ങളിവിടെ വിളിക്കണേ ഗോൾഡ എന്നാണ്. ഇവളുടെ പേര് ഗോൾഡ എന്നാണ്. നമ്മൾ വിളിക്കണേ ഗോഡു ഗോഡു എന്നൊക്കെയാണ്. സ്നേഹമുള്ളതാണ്. ശരിക്കാൻ്റെ ശരിക്കാൻ്റെ ശരിക്കാനുണ്ട്. ഇതൊക്കെ ഇതെല്ലാം പഴയ ഇവിടെ പന്തലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ. അപ്പം അതെല്ലാം കാട്ടുവള്ളിയൊക്കെ പിടിച്ച് കയറി മൊത്തം പോയതാണ്. അത് കഴിഞ്ഞിപ്പം കെട്ടിയതാട്ടോ അടുത്തത്. അപ്പം നമ്മൾക്ക് നേരത്തെ മുള കൊണ്ട് തന്നെ കെട്ടിയത് കാരണം വേറെ മുളയൊന്നും എടുക്കേണ്ട വന്നില്ല. ആ മുള തന്നെ ഇതാക്കി ഇപ്പം താഴെ കുഴിച്ച് വെച്ചിട്ട് ഇരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ പുതിയ അതിഥി ആട്ടോ. ഇതിപ്പോൾ നമ്മുടെ പുതിയൊരു പൂവനാണ്. പാട്ടൊക്കെ പാടുന്നുണ്ട്. വലിയ ഇണക്കമൊന്നും ആയിട്ടില്ല, 2 ദിവസം ആയുള്ളൂ. ഗായ്സ്, ഇതിപ്പം നമ്മുടെ മുളയൊക്കെ ഒന്ന് തൂണാക്കി എടുക്കുന്നത്. ഇത് പപ്പ മുള തൂണാക്കി എടുക്കാനായിട്ട് മുറിച്ചൊക്കെ എടുക്കുവാണ്. നമ്മുടെ മുളയൊക്കെ പിടിപ്പിച്ചെടുക്കണ്ടോ. 2 കഷ്ണം ആക്കിയെടുത്തു. ഗൈസ്, ഇത് നമ്മുടെ അപ്പാപ്പനാണ്. അപ്പാപ്പനകത്തോട്ടൊക്കെ കയറി പോവാണ്. തുണിയെല്ലാം നോക്കിയിട്ടൊക്കെ ഇപ്പം തുണിയെല്ലാം നോക്കിയിട്ട് ഉണങ്ങിയോന്നൊക്കെ നോക്കിയിട്ട് ഇപ്പം അകത്തോട്ട് കയറിപ്പോയി. ഇതേ വന്ന് നമ്മുടെ പാത്തത്താറാവ്. ഗായ്സ്, ഇപ്പം അവർ തീറ്റയ്ക്ക് ആയിട്ട് വന്നേക്കുവാണ്. അവരുടെ തീറ്റയുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ അവർ വന്നെ കാണാം കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കണം.
അവള് കൊടുക്കും കേട്ടോ തീറ്റ. അവര് പപ്പ വെച്ചപ്പോ തിന്നാൻ പോണ്ട്. കണ്ടോ നിങ്ങൾ വഴക്കിട്ട് പോവാണ്. ഇവിടെ ഇപ്പം ചപ്പും ചവറൊക്കെ ആയിട്ട് കിടക്കുവാണ്, അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. അത് നമ്മളിപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ ചവറൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ കോഴിയൊക്കെ വന്ന് ചിക്കി ചകഞ്ഞ് മൊത്തം വൃത്തികേടാക്കിയിട്ടേക്കാണ്. ഇപ്പം നെറ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പം ചപ്പും ചവറെല്ലാം വാരിക്കൂട്ടി കത്തിക്കുക ഒക്കെ ചെയ്ത് ഇതാക്കും. പിന്നെ ഇത് കണ്ടോ, ഇത് താറാവ് കൂടാണ്. നമ്മുടെ താറാവ് കൂട് ഇപ്പം മൊത്തം ടാർപോളായിരുന്നു അതിൻ്റെ മുകളിൽ ഇട്ടേച്ച്. അപ്പം അത് മൊത്തം കീറിപ്പറിഞ്ഞു പോയി. അപ്പം ഇനി അതിൻ്റെ പക്കത്തൊക്കെ ഓടൊക്കെ വെച്ച് സെറ്റാക്കും. ഇനിയിപ്പോൾ നെറ്റൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കും. അതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇത് ഈ 2 മുള വെച്ചേക്കണമെന്ന് വെച്ചാൽ നമ്മൾ എൻട്രൻസ് വാതിലായിട്ടാണ് വെച്ചേക്കണത്. അതിലാക്കി വെച്ചിട്ടില്ല. ഇപ്പം നമ്മൾ 2 മുള തൂണായിട്ട് വെച്ചേക്കാണ്. വാതിലിൻ്റെയൊക്കെ സെറ്റപ്പ് വന്നേ ഉള്ളൂ. ഇത് ടെമ്പററി ആയിട്ടാണ് വെച്ചേക്കുന്നത്. എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചേക്കണത്. പിന്നെ ഇവിടെ എല്ലാം സെറ്റായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ പച്ചക്കറി നടുന്ന വീഡിയോസൊക്കെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ വരും. ഇടാൻ നോക്കാം. പച്ചക്കറിയൊക്കെ നടുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇടും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഇപ്പം നമ്മൾ ഒരു കൊല്ലമൊക്കെ ആയി നമ്മളിപ്പം വാഴയൊക്കെ വെച്ചിട്ട്. അപ്പം ആ സമയത്ത് നമുക്കൊന്നും ചാനലിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പം ചുണ്ടില്ല കണ്ണനാണ്. ഇപ്പം നമുക്ക് കൊല അയക്കുന്നത്. 3 ടൈപ്പ് വാഴകളാണ് നമ്മുടെ വീട്ടിലുള്ളത്. ചുണ്ടില്ല കണ്ണനും പൂവൻ വാഴ ഇപ്പം കുലച്ചിട്ടുണ്ട് കേട്ടോ. കുലച്ച് പടലയൊക്കെ ആയി. അതിന് പിന്നെ റോബസ്റ്റയാണ് ഉള്ളത്. റോബസ്റ്റയാണ് ഞാൻ കാണിച്ചു തന്നത്, ചാക്കൊക്കെ കെട്ടിയിട്ട് വെച്ചത്. പിന്നെ ഇപ്പോൾ 2 വാഴയാണ് കുലച്ചേക്കണേ. ചുണ്ടില്ല കണ്ണനും പൂവൻ വാഴയാണ്. നമ്മളിവിടെ ഒരു കോലും കൂടി വെക്കാൻ പോവാണ്. അപ്പോൾ കുത്തി കയറ്റിട്ടോ. നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി വെച്ചു. നമ്മൾ അടിച്ചൊന്നുകൂടി ഉറപ്പാവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ കല്ലുകൊണ്ട് ഇതാക്കണം. പൂവാച്ചി നമ്മുടെ ഒരു താറാവൊക്കെ താഴെ കൂടി നടപ്പുണ്ട്. അത് നോക്കും അവൻ. ഗായ്സ്, ഇതുകൊണ്ട് നമ്മുടെ വാഴയെല്ലാം തിന്നു തീർക്കുകയാണ്. കണ്ടോ, ഇതാ അവസ്ഥ.
കണ്ടോ, അവളെല്ലാം നിന്ന് പറിച്ച് തിന്ന. ഇതുപോലെ 3 പേരും കൂടി പണി ഇതാ. എന്നാ വാഴയെല്ലാം നമ്മൾ ഇത്തിരി പറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും തിന്നത്തുമില്ല. അവർക്ക് ഇതുപോലെ പറിച്ച് തിന്നണം. വെള്ളം കുടിക്കാൻ പോയേക്കുക. ഗൈസ്, നമ്മള് നെറ്റ് കെട്ടാൻ പോവാണ്. അപ്പം അവിടെ നെറ്റ് കെട്ടുക കേട്ടോ. ഗൈസ്, നമ്മൾ അവിടെയും കൂടി ഒരു കോല് വെച്ച് കൊടുക്കുകയാണ്. അല്ല, മുളയുടെ തൂൺമാതിനോട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അവിടെ വെച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ പൂവൻ അവിടെ കിടന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ്, ഇനി നമ്മൾ താഴെ മുകളിലായിട്ട് തയ്ച്ചു വെക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ കോഴിയാട്ടോ പോവാണ്. ഗൈസ്, ദേ നമ്മുടെ കോഴികൾ അപ്പുറത്തെ പറമ്പിലാണ് നിൽക്കുന്നത്. കാണുമോയെന്ന് എനിക്കറിയത്തില്ല, ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല. ഞാനും കേറി അങ്ങനെ പറ്റിയ അവരങ്ങോട്ട് പോവാട്ടോ. ഏതാണ്ടോ പറ്റി. അവിടെ പൂച്ച ഏതാണ്ട് വന്നു. അപ്പം അത് കാരണം അവരങ്ങോട്ട് കുറച്ചങ്ങ് മാറി പോയി. ഉണ്ടോ ഗൈസ്, നമ്മുടെ വാഴ തിന്നുകൊണ്ടിരിക്കണത്. അതുങ്ങൾ തിന്ന് തീർക്കണേ. നെറ്റ് കെട്ടിയത് ഇത്രയും ഭാഗമൊക്കെ ആയിട്ടോ. ഇത്രയും ഭാഗമായി, പൊക്കം മൊത്തം കിട്ടി. ആ പൂച്ച നമ്മളെ പൊക്കത്ത് ഒരു വീടിൻ്റെ അവിടുത്തെ പൂച്ചയാണ്. ആ പൂച്ച കാണാവോന്ന് എനിക്കറിയില്ല. പൊക്കത്തെ വീട്ടില്ല കേട്ടോ. ഇടക്കിടക്ക് നമ്മുടെ ഇലേ കൂടിയൊക്കെ വരും. പോയിട്ടോ, കണ്ടോ? പപ്പ മതലിന്റെ പൊക്കത്ത് കയറി നിന്ന് അത് കോർത്ത് വെക്കുക കേട്ടോ. കെട്ടിക്കൊണ്ടിരിക്കുകയാണ്.